നടിയെ ആക്രമിച്ച കേസിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു ലക്ഷ്യമെന്ന പൾസർ സുനിയുടെ മൊഴി. നടി പരാതിപ്പെടുമെന്ന് കരുതിയില്ലെന്നും പൾസർ. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചതായും സുനി. മൊബൈൽ ഫോൺ കണ്ടെടുക്കാനായില്ല. ഉച്ചയ്ക്ക് ശേഷം പൾസർ സുനിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. എന്നാൽ പൾസർ സുനിയുടെ ബ്ലാക്ക്മെയിൽ കെണിയിൽ കൂടുതൽ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് സംശയം. സമീർ വാഴങ്ങോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സമീർ, എന്തൊക്കെയാണ് ചോദ്യം ചെയ്തതിൽ പുതിയതായി എത്തുന്ന കാര്യങ്ങൾ? അജിംഷാദ്, പ്രതിയുടെ മൊഴികളിൽ നിന്നും വ്യക്തമാവുന്നത് പ്രതി പറഞ്ഞ് ആണയിടുന്നതും തനിക്ക് പിന്നിൽ മറ്റാരും ഇല്ല, താൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് എന്നാണ്. ഏതെങ്കിലും വിധത്തിൽ ഒരു സ്ത്രീയുടെ ബന്ധവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷനാണ് എന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം താൻ തന്നെ പറഞ്ഞ് ഈ സംഭവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഈ നടിയെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിക്കൊണ്ട്, അവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിക്കൊണ്ട് താൻ പറഞ്ഞതാണ് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്ക് എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ആരെങ്കിലും പിന്നിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം തന്നെ കൃത്യമാവുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിശദമായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതി നൽകിയിരിക്കുന്ന മൊഴി, താൻ ഈ സംഭവങ്ങളെല്ലാം നടത്തിയത് പണം തട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ബ്ലാക്ക്മെയിൽ വഴി ഈ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയതും അതോടൊപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം ഈ ബ്ലാക്ക്മെയിൽ വഴി പണം തട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ മറ്റാരും പിറകിൽ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രതി നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴി. എന്നാൽ പൂർണ്ണമായും ആ ഒരു സംഭവം പോലീസ് മുഖവിലക്ക് എടുക്കുന്നില്ല, പൂർണ്ണമായും അത് വിശ്വസിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഈ പ്രതി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട മൊബൈൽ ഫോണാണ് കണ്ടെടുക്കാനുള്ളത്. ഇന്നലെ രാത്രി 2:30 കൂടെ ആരംഭിച്ച തെളിവെടുപ്പ് പുലർച്ചെ 4:30 വരെ നീണ്ടുനിന്നു. ഈ 2 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ പ്രധാനമായും വെണ്ണലയിലെ ഒരു ഓടയിലാണ് ഈ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ നിക്ഷേപിച്ചത്, ഉപേക്ഷിച്ചത് എന്നായിരുന്നു പ്രതി നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ വിശദമായി ഈ ഓടകളെല്ലാം തന്നെ പരിശോധിച്ചത്. എന്നാൽ അവിടെ നിന്ന് മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ പ്രതി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ച ശേഷമാണ് ഇത് ഉപേക്ഷിച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഈ പോലീസിനെ വഴിതെറ്റിക്കുന്നത് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ വിശദമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ചും ചോദ്യം ചെയ്തു വരുന്നു. എന്തായാലും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ നടിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അക്രമം എന്ന് തന്നെയാണ് പോലീസിന് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം ഇപ്പോൾ പ്രതികളുടെ മറ്റൊരു പ്രതിയായിട്ടുള്ള വിജീഷിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ADGP സന്ധ്യ, അതോടൊപ്പം തന്നെ ആലുവ റൂറൽ SP തുടങ്ങിയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് തന്നെ പരമാവധി, അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോകേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ പ്രതികളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിക്കൊണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആലുവ മജിസ്ട്രേറ്റിന് മുന്നിലേക്കും പ്രതികളെ കൊണ്ടുപോവുക. അവിടെ ഹാജരാക്കിയ ശേഷം അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇന്ന് തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉടനെ തന്നെ ആരംഭിക്കും. അതിനുള്ള നടപടികളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. എന്തായാലും ഇപ്പോൾ ആലുവ താലൂക്ക് ആശുപത്രിയിൽ നിന്നുമുള്ള മെഡിക്കൽ സംഘവും അല്പസമയം മുമ്പ് ഈ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളുടെ വൈദ്യപരിശോധന നടത്തുന്ന നടപടികളാണ് നടന്നു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റാരും പിറകിൽ ഇല്ല എന്നുള്ളത് ആണയിടുന്നു. എന്നാൽ പൂർണ്ണമായും അക്കാര്യം പോലീസ് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും നേരത്തെ പിടിയിലായിട്ടുള്ള മണികണ്ഠൻ നൽകിയ മൊഴിയിൽ ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് ഇതിന് പിന്നിൽ നിന്ന് സുനിൽ പറഞ്ഞതായി മണികണ്ഠൻ മൊഴി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഈ നടി നൽകിയ മൊഴിയിൽ സുനി തന്നോട് പറഞ്ഞത് ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് എന്ന് സുനി പറഞ്ഞതായി ഈ നടിയുടെ മൊഴിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ സംഭവം കിട്ടുന്നതിന് വേണ്ടിക്കൊണ്ട്, കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുന്നതിന് വേണ്ടിക്കൊണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എറണാകുളം ACJM കോടതിയിലേക്ക് കീഴടങ്ങാൻ എത്തിയ വേളയിൽ അന്വേഷണ സംഘം മഫ്തിയിലും അതോടൊപ്പം തന്നെ മഫ്തിയിൽ ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പ്രതികളെ കൈയോടെ തന്നെ പിടികൂടുകയും തുടർന്നാണ് എറണാകുളം സെൻട്രൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പ്രതികളെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിക്കുന്നതും തുടർന്ന് ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി പ്രതികളെ ഇവിടെ നിന്ന് ഇറക്കുന്നവരെ, തെളിവെടുപ്പിനായി പൾസർ സുനിയെ ഇറക്കുന്നതുവരെയും ഈ ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. അതിന് ശേഷം 2:30 കൂടെയാണ് പുറത്തേക്ക് ഇറക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. ഈ ഫോൺ കണ്ടെത്തുക എന്നുള്ള പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. പ്രതി ഇത് സൂക്ഷിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇത് ഉപേക്ഷിച്ചു എന്ന തരത്തിൽ. അതായത് സമീർ, മൊബൈൽ ഫോൺ ലഭിച്ചിട്ടില്ല, പക്ഷേ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്
എന്നത് വസ്തുതയാണ്. ഹാജരാക്കും. തുടർന്ന് ആക്രമണത്തിന് ഇരയായ നടിയുടെ മൊഴി അടക്കം വിശദീകരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം 20 മിനിറ്റ് മതിൽ ചാടി എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചുള്ള സൂചനയും മൊബൈൽ ഫോൺ കാണാത്തതും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാത്തതും തമ്മിൽ കൂട്ടിവായിക്കപ്പെടുന്ന എന്തെങ്കിലും സന്ദേശങ്ങൾ പോലീസിന് മൊഴിയെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടോ? അനൗദ്യോഗികമായി കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാൽ സമീർ. തീർച്ചയായും നടിയെ ആക്രമിച്ച പൾസർ സുനി, ഇന്നലെ പിടിയിലായ പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്നതിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. കൊട്ടേഷൻ വർക്ക് അല്ല, മറിച്ച് പൈസ സമ്പാദിക്കാനായി ബ്ലാക്ക് മെയിലിന് വേണ്ടി ആയിട്ടാണ് താൻ നടിയെ കീഴടക്കിയത്, താൻ നടിയുടെ ആക്രമണം കാട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പൾസർ സുനി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സമീർ വാഴങ്ങോട് നൽകി വന്നത്.